സാർ അപ്പോൾ ഒരു 20,000 രൂപയുടെ റെസിപ്റ്റ് എഴുതിക്കോട്ടെ. 20,000 രൂപയോ? വായനശാലയുടെ കാര്യമില്ല സാർ. ഒരു കാര്യം ചെയ്യ്, ഒരു 10 രൂപ എഴുതിക്കോ. 10,000 എങ്കിൽ 10,000. അതല്ല, വെറും 10 രൂപ. ഒരു കാര്യം ചെയ്യ്, 5,000 എഴുതിക്കും. ചുമ്മാ വെറുതെ 1,00,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളല്ലേ, എങ്ങനെയാ സാറേ 10 രൂപ എഴുതാൻ പറയാൻ തോന്നുന്നത്? ഇപ്പൊ ജോലി കയറിയല്ലേ ഉള്ളൂ. ലക്ഷങ്ങൾ കൈ വരുമ്പോ സാറ് വാരിക്കോരി ചെലവായിക്കോളൂ അല്ലേ അശോക് സാറേ? അങ്ങനെ തന്നെ അടുത്ത വർഷം 50,000 രൂപ മുടക്കി ഒരു പുതിയ വായനശാല ഞങ്ങൾ പണിതു. നിങ്ങൾ പോയിക്കോ, കാശ് ഞാൻ നാളെ വൈകിട്ട് അമ്പലത്തിൽ വരുമ്പോ തന്നോളാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഇങ്ങട് തന്നെ. അല്ല അശോക് സാർ എങ്ങനെ അപ്സെറ്റ് ആവുന്നേ? സാറേ പോട്ട് സാറേ, ഒന്നും ഇല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിനല്ലേ? ഞാനും ഓഫീസിലോട്ട് വരുന്നുണ്ട്. എന്തിന്? അല്ല, എനിക്ക് സാറിന്റെ ഓഫീസൊക്കെ ഒന്ന് കാണണം. അത് കാണാനാണോ രാവിലെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അല്ല, അത് മാത്രമല്ല, ഞാൻ വന്നത് ഒരു 12,000 രൂപ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാ. ഒരു ചർച്ചയും വേണ്ട. എന്ത്? അഥവാ ഇനി എന്റെ കയ്യിൽ ഉണ്ടെങ്കിലും പാർട്ടിക്ക് ഞാൻ പൈസ തരില്ല. അശോക് സാറേ, AKCP കാച്ചിന് പോലെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാ. സാറിനറിയോ? സാറ് തന്നില്ലെങ്കിൽ സാറിന്റെ MD കണ്ട് ഞാൻ വാങ്ങിക്കും. ആ മോനെ വാലപ്പൻ. വാലപ്പ, ഞാൻ തരാം. 2-3 ഗഡുക്കളായിട്ട് തരാം. മതി, അതും മതി. എനിക്ക് ആ ഒരു ഉറപ്പ് കിട്ടിയാ മതി. കാരണം തമിഴ്നാട്ടിലെ DMC പാർട്ടിയായിട്ട് ലയിച്ചിരിക്കുന്ന അവസരമാ. നാളെ ഞാൻ അങ്ങനെ സ്ഥാനാർത്ഥി ആയി പോയി ജയിച്ചാ ഉണ്ടല്ലോ, ഞാൻ തമിഴ്നാട്ടിലൊരു മന്ത്രിയാണ് സാറേ, മന്ത്രി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, മണി 10 ആവാൻ പോകുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പറയണ്ടേ? അല്ല, എനിക്ക് ഓഫീസിൽ പോണം. ചെല്ല്. നാളത്തെ ഒരു മന്ത്രിയോടാണ്. അയ്യോ, കാപ്പ് ഓടിക്കാൻ പൈസ അല്ലെങ്കിൽ ഇവിടുന്ന് കുടിച്ചിട്ട് പോവാം. നിങ്ങൾ വിളിച്ച ഹച്ച് നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി ഈ സുന്ദരേശൻ ഇനി എവിടെ ചെന്ന് തപ്പും? നാളെ 5,000 രൂപ ഉത്സവ പിരിവിന് കൊടുക്കാന്ന് നേരിട്ടിരിക്കുക. കൊടുത്തില്ലെങ്കിൽ ആകെ നാണക്കേടാവും. ആരോടാ ചോദിക്കുക? आपके द्वारा डायल किया गया हच नंबर इस वक्त स्विच ऑफ है. അശോക് സാറേ, ബാലപ്പനോ? സാറിന്റെ ഓഫീസിൽ പോകാതെ ഇവിടെ കിടന്ന് കറങ്ങുന്ന ഒന്നുമില്ല. പിന്നെ എന്ത് സാർ ഒരു വിഷമം പോലെ? ഒന്നുമില്ല ബാലപ്പ. ഏയ്, എന്തോ ഉണ്ട്. മണി 11:30 കഴിഞ്ഞല്ലോ. സാറിന് ഓഫീസിൽ പോണ്ടേ? ഓഫീസിൽ പോണം. പക്ഷേ എന്ത് സാറേ ഒരു പക്ഷേ? സാറിനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്നുമില്ല ബാലപ്പ. ഒന്നും ഇല്ലാന്ന് പറയല്ലേ സാറേ, എന്തോ പ്രശ്നമുണ്ട്. ബാലപ്പനോട് എന്തെങ്കിലും മനോഹരമായ ഒരു കള്ളം പറഞ്ഞ് കുറച്ച് രൂപ സംഘടിപ്പിച്ചെടുക്കാം. സാർ എന്താ എന്നെ ഇങ്ങനെ മെഴിച്ചു നോക്കുന്നത്? സാറിന് എന്തോ ആകെപ്പാടൊരു സംഭ്രമമുണ്ട്. എന്ത് പറ്റി സാറേ? ബാലപ്പനോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ, പോം വഴി ഉണ്ടാക്കാം. ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് ഞാനും ബാലപ്പനും മാത്രമേ തൽക്കാലം അറിയാൻ പാടുള്ളൂ. അയ്യോ അശോക് സാർ, കാര്യം എന്താണെന്ന് വെച്ചാ പറ. അത് കമ്പനിയിൽ നിന്ന് ബാങ്കിൽ അടയ്ക്കാൻ തന്ന ഒരു 30,000 രൂപ നഷ്ടപ്പെട്ടു. 30,000 രൂപ എങ്ങനെ സാറേ? ഞാൻ കാറിലാണ് ക്യാഷ് വെച്ചിരുന്നത്. കാറിന് കംപ്ലൈന്റ് വന്ന് വർഷാപ്പിൽ കൊടുത്തു. പിന്നെ നോക്കിയപ്പോ കാണുന്നില്ല. വിശദമായിട്ട് ഒന്നുകൂടെ നോക്കണം സാറേ. നോക്കി, പക്ഷെ എങ്ങനെ പോയിന്നൊരു പിടിയും കിട്ടുന്നില്ല. ക്യാഷ് ഇന്ന് 3 മണിക്ക് മുമ്പ് അടയ്ക്കും വേണം, അല്ലെങ്കിൽ ആകെ കുഴയും. അതെ, ഓഫീസിൽ ഒന്നുകൂടെ പോയെന്ന് നോക്ക്, ചിലപ്പോ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഏയ് അതില്ല, ക്യാഷ് എന്റെ ബാങ്കിലുണ്ട്. പക്ഷെ ATM കാർഡും. അയ്യോ, ഇനിയിപ്പോ ഒന്നിനുള്ള സമയമില്ല. എങ്ങനെയും കുറച്ച് ക്യാഷ് സംഘടിപ്പിക്കണം. പലിശക്കാണേലും വേണ്ടില്ല, ഒരു 30,000 രൂപ വേണം. 30,000 രൂപ എന്ന് ബാലപ്പ, എനിക്കിവിടെ ആരെയും പരിചയമില്ല. ബാലപ്പൻ വിചാരിച്ച ഒരു 30,000 രൂപ പലിശക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ? അതിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബ്ലേഡ് പപ്പനെ ഒന്ന് കണ്ടു നോക്കാം. ആളൊരു ചട്ടമ്പിയാ, പക്ഷെ കാശ് ചോദിച്ചാൽ കിട്ടും. പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ ചട്ടമ്പിത്തരേ ഉള്ളൂ. അത് ചട്ടമ്പിത്തരം കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചു കൊടുത്താ പോലെ. അത് മതി, വാ നമുക്ക് പോയിട്ട് വരാം. അല്ല, ഞാൻ ഈ പലിശക്കാരത്തൊക്കെ വരുമെന്ന് പറഞ്ഞാലേ. ഓ മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, സാർ ഇവിടെ നില്ല്, ഞാൻ പോയിട്ട് ദാ വരുന്നു. സാറേ, ഇതാണ് പാർട്ടി. പണം പപ്പനാവൻ ഒരു പ്രശ്നമല്ല. 10, 20, 30 ലക്ഷം വേണമെങ്കിലും ചോദിക്കാം. ഒരു ഇടപാടും ഇല്ലാതെ പപ്പൻ തരും. ഇത് 25,000 ഉണ്ട്. 5 പപ്പന്റെ പലിശ. പറഞ്ഞ ഡേറ്റിന് പണം കിട്ടണം. അത് മാത്രമേ ഉള്ളൂ പപ്പന് നിർബന്ധം. അശോക് സാറ് കളിപ്പീര് പാർട്ടിയൊന്നും അല്ല, ഇതിന്റെ 3 ഇരട്ടി ശമ്പളം വാങ്ങിക്കുന്ന പാർട്ടിയാ.
പക്ഷെ ഇത് അത്രയും വലിയൊരു അത്യാവശ്യ സന്ദർഭമായി പോയി. അതായി പണത്തിന്റെ കുഴപ്പം. സമയത്തിന് ഉപകരിക്കണമെങ്കിൽ ഏത് പണക്കാരനും ബ്ലേഡ് പപ്പനെ പോലുള്ള ആള് വേണം. അത് ശരി. അപ്പൊ സാറേ, പറഞ്ഞ തീയതി ഓർമ്മയുണ്ടല്ലോ, അത് തെറ്റിയാൽ ഈ പപ്പൻ ഒറ്റയ്ക്കൊരു വരവ് വരും. അപ്പോഴാണ് ബ്ലേഡിന്റെ മൂർച്ച അറിയുന്നത്. അയ്യോ പപ്പ, നമ്മളെന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത്? ഇപ്പൊ എഴുതാപ്പുറം വായിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് പുറത്ത് കയറിയിരുന്ന് എഴുതേണ്ടി വരും. പപ്പ അതുകൊണ്ടാ. ഗസ്റ്റുകൾ ആരും ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ആ അശോകേട്ടൻ എത്തിയല്ലോ. അശോകേട്ടാ, ഇതെന്റെ ഫ്രണ്ട് ജയശ്രീ. ഇത് ജയശ്രീ ഹസ്ബൻഡ് ഹരി. നൈസ് മീറ്റിംഗ്. ഹരി എന്ത് ചെയ്യുന്നു? ദുബായിലായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു കൊറിയർ സ്ഥാപനം നടത്തുന്നു. സാറ്? ഞാൻ സിറ്റി മാഗ്നറ്റിക്. സിറ്റി മാഗ്നറ്റിക്? അല്ല, സിറ്റി ഓ, മാഗ്നറ്റിക്. സിറ്റി മാഗ്നറ്റിക്. അതെവിടെയാണ് സാർ? അത് സിറ്റി തന്നെ, മൾട്ടിനാഷണൽ കമ്പനിയാണ്. സാറിന്റെ വൈഫ് പറഞ്ഞു 1 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് പറഞ്ഞു. ഓ, കേരളത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സാലറി അല്ലേ സാർ ഇത്? അല്ല, ഇപ്പൊ ജോയിൻ ചെയ്തേ ഉള്ളൂ. കമ്പനി ഇവിടെ ലോഞ്ച് ചെയ്തിട്ടും അധികം ആളായില്ല. ഞാനൊരു ദിവസം ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഓഫീസിൽ വന്നാൽ എന്നെ കാണാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ടൂറിലായിരിക്കും. മിക്കവാറും ഞാൻ നാളെ മലേഷ്യക്ക് പോകും. ഞാനൊരു ദിവസം വിളിച്ചിട്ട് വരാം സാർ ഓഫീസിൽ ഉള്ളപ്പോ. കാർഡുണ്ടോ സാർ? കാർഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. സാരമില്ല, എന്റെ മൊബൈൽ നമ്പർ തരാം, വിളിച്ചിട്ട് വന്നാൽ മതി. സിറ്റി തന്നെ ആണോ സാർ ഓഫീസ്? സിറ്റിയിൽ നിന്ന് പറഞ്ഞാൽ ബൈപ്പാസ് റോഡിൽ. ബൈപ്പാസ് റോഡിലോ? മായ, നീ അവർക്ക് ചായ കൊടുത്തായിരുന്നു? ഞങ്ങള് വന്നിട്ട് മണിക്കൂർ 2 ചായ കുടിയൊക്കെ നേരത്തെ കഴിഞ്ഞു. സാർ ബൈപ്പാസ് റോഡിൽ എവിടെയായിട്ട് വരും സാർ? ബൈപ്പാസിൽ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ എപ്പോഴും മറന്നു. വല്ലാത്തൊരു പേരാ. ചിറമുക്ക്? അല്ല. മരുതൂർ? മരുതൂർ കുന്ന്? അല്ല അല്ല അല്ല, പ്ലാവുങ്കിലായിരിക്കും. മായ, നീ അവർ ചായ കൊടുത്തു കൊടുത്തായിരുന്നു? കേട്ടാ. മാങ്കുഴിയാണോ സാറേ? കറക്റ്റ് കറക്റ്റ്, മാങ്കുഴി തന്നെ, മാങ്കുഴി. ഞാൻ അങ്ങോട്ട് ഒരു ദിവസം വരാം സാറേ. വിളിച്ചിട്ടേ വരാം. സാറിന്റെ നമ്പർ? നമ്പർ ഫീഡ് ചെയ്തോളൂ. 98470 2233445590. 223344. ഞാൻ വിളിക്കാം സാർ. വിളിക്കണം. ഓ, ഞങ്ങൾ ഇറങ്ങട്ടെ മയെ? വിളിക്കണം കേട്ടോ. വിളിക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വരണം. ഓ, തീർച്ചയായിട്ടും വരാം. ശരി, ഓ, വരട്ടെ. ശരി ആ, ശരി ശരി. ശരി ശരി ആ. ശരി. Bye. Bye. See you. ശരി. അല്ല, അശോകേട്ടൻ മലേഷ്യക്ക് വന്നിട്ടുണ്ടോ നാളെ? എവിടെ? ചുമ്മാ പറഞ്ഞല്ലേ. ഇവരൊക്കെ കൊറിയർ സ്ഥാപനം നടന്ന ആൾക്കാരല്ലേ. വെറുതെ ഓഫീസിൽ കയറി ഇറങ്ങും. കമ്പനിയിലാണെങ്കിൽ വിസിറ്റേഴ്സിനെ അനുവദിക്കുകയില്ല. സ്വന്തം ഭാര്യയെ പോലും കമ്പനി കൊണ്ടുപോകാൻ പാടില്ല. ആണോ? അല്ലേ പിന്നെ മായം കൂട്ടി ഞാൻ കമ്പനി കാണിക്കാൻ കൊണ്ടുപോകില്ലായിരുന്നോ? അതല്ലേ. അശോകേട്ടൻ ഞാനും വരുന്നു. നീ ഇതും കൊണ്ടാ? അശോകേട്ടന്റെ ഓഫീസിലേക്ക്. എന്തിനാ? ഇല്ല, അശോകേട്ടന്റെ പിറന്നാളല്ലേ? അല്ല, പിറന്നാളായിട്ട് ഓഫീസ് ദർശനമല്ല, ക്ഷേത്ര ദർശനമാണ് മായ നല്ലത്. ക്ഷേത്രത്തിലൊക്കെ പിന്നെ പോവാം. അതൊക്കെ പോട്ടെ, നീ ആ പിരിവുകാർക്കുള്ള തുക കൊടുത്തോ? അതൊക്കെ കൊടുത്തു കേട്ടാ. ഇനി എനിക്ക് 3500 രൂപ കൂടി വേണം. അതെന്തിന്? ചേട്ടൻ ഈ ജോലി കിട്ടാൻ ക്ഷേത്രത്തിന്റെ പള്ളിയിൽ വെക്ക് നേർച്ച ചേർന്നത് മറന്നോ? ഓ ഓ ഓ, അത് തൽക്കാലം നീ ആ വഴിപാടൊക്കെ തീർത്തിട്ട് വാ. ഓഫീസില് നമുക്ക് പിന്നീട് ഒരു സംഭവം. അമേരിക്കൻ കമ്പനി ജോലി കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാളല്ലേ ഇത്? ഓഫീസിലുള്ളവർക്കൊക്കെ സ്വീറ്റ്സ് കൊടുക്കണ്ടേ? കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ മായേ, അവിടെ സന്ദർശകരെ അനുവദിക്കത്തില്ല എന്ന്. സ്വന്തം ഭാര്യയാണെങ്കിലും മതിലിന് പുറത്തേ നിൽക്കാൻ പറ്റൂ. അതെ, സന്ദർശകരുടെ കാര്യമൊക്കെ പോട്ടെ, സ്വന്തം ഭാര്യയ്ക്ക് പോലും കേറാൻ പറ്റാത്ത ഏത് ഓഫീസാ ഭൂമിയിലുള്ളത്? സിറ്റി മാഗ്നറ്റിക് എക്സ്പോർട്ടിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ ആദ്യമായിട്ട് കേൾക്ക ഇതുപോലെ നിയന്ത്രണമുള്ള ഒരു ഓഫീസ്. ഒരു 24 ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ല. നമുക്ക് മറ്റൊരു ദിവസം പോവാം. ഞാൻ അല്ലേ പറയുന്നത്, നീ ധൈര്യമായിട്ടിരിക്കേ. അയ്യോ, മണി 9 വരെ, ഞാൻ ഇറങ്ങട്ടെ. വഴിപാടിനുള്ള പണം തന്നില്ല. ഞാൻ എന്ത് ചെയ്യും ദൈവമേ. ഉണ്ടല്ലോ. ബാലപ്പനോ? കാര്യങ്ങളൊക്കെ ഓക്കെ ആയല്ലോ. മതി. ബാലപ്പൻ വാ, നമുക്ക് ഓഫീസിൽ പോയി സംസാരിക്കാം. ഞാൻ എല്ലാവരെയും കാണായിരുന്നു ഓഫീസിൽ പോകുന്നത്. കേട്ടോ മാഡം, ഞങ്ങൾ എന്താ ചേട്ടാ? ഏയ്, ഞങ്ങള് പാർട്ടി ഫണ്ടിന്റെ കാര്യം പറയാ. അയ്യോ,
ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാന്ന് പറഞ്ഞാണല്ലോ. അല്ല അത് പറഞ്ഞ് അല്ല ഇന്നലെ മറ്റേ പിരിവാർക്ക് 5000 രൂപ കൊണ്ട് കൊടുത്തത്. ഈ കോളനിയിൽ ആരും തന്നെ ഇത്രയും വലിയൊരു തുക സംഭാവനയായിട്ട് കൊടുത്തു കാണത്തില്ല. ആ നമുക്ക് കൊടുക്കാൻ കഴിവുള്ളപ്പോഴല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 1 ലക്ഷം രൂപ ചേട്ടന് ശമ്പളമുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ലക്ഷം ലക്ഷം എന്ന് പറഞ്ഞ് നടക്കല്ലേ മായേ. കള്ളന്മാര് വല്ലതും കേട്ടാ വീട് കുത്തിപ്പൊളിച്ച് അകത്ത് കയറും. നമ്മുടെ കാര്യം നമുക്കല്ലേ പിന്നെ അറിയാവൂ. അതൊക്കെ പോട്ടെ, മറ്റേ കാര്യം എന്തായി? ഏത് കാര്യം? മറ്റേ ഫണ്ടിന്റെ കാര്യം അത് ശരിയാക്കാം. എപ്പോ? നാളെ ഇന്നലത്തെ ബാക്കി വല്ലതും ഉണ്ടാ? ഉണ്ടെങ്കിൽ അല്ല ഉണ്ടെങ്കിൽ ഒരു 2000 രൂപ കിട്ടിയിരുന്നെങ്കിൽ. വാങ്ങിയതൊക്കെ തീർന്നു ബാലപ്പാ. എന്താ? ഏയ് ഫണ്ടേ. അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓഫീസിലോട്ട് വരാം. അവിടുന്ന് ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചെന്നാ മതി. പാർട്ടിക്ക് ഭയങ്കരമായ ഒരു അത്യാവശ്യം, അതുകൊണ്ടാ. ശരി, ഒരു 2000 രൂപ ഞാൻ ഇപ്പൊ തരാം. ബാക്കി എപ്പോ തരും? ഞാൻ പറഞ്ഞില്ലേ ബാലപ്പാ, ഘട്ടം ഘട്ടമായിട്ട് തരാം. തന്നാ മതി. ബാലപ്പൻ ചേട്ടൻ ധൈര്യമായിട്ട് പോ. ചേട്ടൻ തരാന്ന് പറഞ്ഞാൽ തരും. ആര് പാർട്ടി ഫണ്ടിലേക്ക് തരുന്നേക്കാട്ടും വലിയൊരു തുക ചേട്ടൻ തരും. അതെനിക്ക് അറിഞ്ഞൂടെ? പോവാം. അതെ മറ്റേത് ഓർമ്മയുണ്ടല്ലോ. ഉണ്ടടേ തരാം. അതല്ലെന്ന്, മറ്റേ ബ്ലേഡ് പപ്പന്റെ വാങ്ങിച്ച ഡേറ്റ്. ഓ ഡേറ്റ് ഉണ്ട്. അത് മറക്കരുത്. ഇല്ല വാ, വാ, വാ. വാ ബ്ലേഡ് ബാലപ്പാ. പപ്പനാണെങ്കിൽ ഒന്നാമത് ഫ്രോഡാണ്. പപ്പനോട് നീ പറഞ്ഞ തീയതി തെറ്റിച്ചിട്ട് മുങ്ങി നടക്കാണല്ലേ? അയ്യോ പപ്പാ, എന്തും പപ്പൻ സഹിക്കും. പക്ഷേ പലിശ മുടക്കിയ പപ്പന്റെ കണക്കൂട്ടലുകൾ തെറ്റും. പപ്പാ ഞാൻ നാളെ രാവിലെ എങ്ങനെയെങ്കിലും പണം അവിടെ എത്തിക്കാം. 25 ദിവസം കൊണ്ട് കഴിയാത്തത് 24 മണിക്കൂർ കൊണ്ട് നീ എങ്ങനെ നടത്തും? അത് എന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും ഞാൻ തരാം പപ്പാ, ഉറപ്പ്. വേണ്ടടാ, കിഡ്നി ഞാൻ എടുത്തോളാം. പപ്പാ. ഹേയ്! ആ, അയ്യോ എന്റെ കിഡ്നി പോയേ, എന്റെ കിഡ്നി പോയേ. അയ്യോ എന്റെ കിഡ്നി എടുക്കല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. കിഡ്നിയോ? അയ്യോ. എന്താ പറ്റി? അശോട്ടാ എന്റെ കിഡ്നി എടുക്കല്ലേ. എന്താ? കിഡ്നിയെ പറ്റി വല്ല സ്വപ്നം കണ്ടോ? കിഡ്നി ഇല്ല, ഞാൻ വല്ലാത്തൊരു സ്വപ്നം കണ്ടു. ഓ അതങ്ങാനും യാഥാർത്ഥ്യമായാൽ എന്റെ അമ്മോ. അശോകട്ട് മിണ്ടാതെ കിടന്നൊന്ന് ഉറങ്ങ്. സ്വപ്നം കണ്ട് ഇങ്ങനെയൊക്കെ പേടിക്കുന്നേ കൊച്ചു പിള്ളാരാ. മായേ മായേ, ഓ എന്താ? ഒന്നുമില്ല. ഒന്നൊരു മിണ്ടാ കിടന്ന് ഉറങ്ങ്. കാരാഗ്രഹവും ഇത് തന്നെയാണോ വീട്? വീടൊക്കെ ഇത് തന്നെ. ആളകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരിക്കും. മണിയനോ? ആ മണിയൻ തന്നെ. ആ പിന്നെ ചേച്ചി, അശോക് സാറല്ലേ? ആരാ മണിയത്? അയ്യോ ഇത് പാവപ്പെട്ടൊരു ബ്ലേഡുകാരൻ. അശോക് സാറിനെ തിരക്കി വന്നതാണ്. വേറെ ഏതെങ്കിലും അശോകനായിരിക്കും തിരക്കിയത്. അയ്യോ അല്ല, ഈ കോളനിയിൽ 1 ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന ഒറ്റ അശോകനല്ലേ ഉള്ളൂ, അനന്തം മോലാളിയുടെ മരുമോൻ. ആ അശോകനെ തിരക്കിയാണ് ഇദ്ദേഹം വന്നത്. നോക്കി നിൽക്കാതെ അയാളെ വിളിക്കേ. വീട്ടിൽ വന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ചേച്ചി പാവം, ചേച്ചി കാര്യം അറിയാതെ ദേഷ്യപ്പെടുന്നത്. മണിയാ, നീ അയാൾ അകത്തുണ്ടോ നോക്ക്. ഞാൻ അല്ലെങ്കിൽ നോക്കാം. വേണ്ട, ഞാൻ തന്നെ നോക്കാം. അയ്യോ പിന്നെ അല്ല, അശോകേട്ടാ. കയ്യോടെ പൊക്കാന്ന്. ആ ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങായിരുന്നു. ഇനിയിപ്പോ അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ. എടുക്ക്. ദാ, എന്റെ സാറേ അതങ്ങോട്ട് കൊടുത്താണ്. ഈ സുന്ദരേശ സാർ വന്ന് 3000 രൂപ വേണോന്ന് പറഞ്ഞപ്പോ അത് 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആളിനാണെന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു. അതിന്റെ പലിശ മുതൽ ഇതുവരെ പപ്പേണന് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നെ വിളിച്ച് വിരട്ടിയപ്പോ ഞാൻ സുന്ദരേശനെ വിളിച്ചു. അപ്പോഴല്ലേ സംഗതിയുടെ കിടപ്പ് ഈ റൂട്ടിലാണെന്ന് എനിക്ക് മനസ്സിലായത്. 3000 അല്ല, 33,000 അതിന്റെ പലിശ. 30? പപ്പ എനിക്കൊരു 5-6 ദിവസം അവധിയും കൂടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശമ്പളം കിട്ടിയാൽ ഉടൻ എനിക്ക് സെറ്റിൽ ചെയ്യാവുന്ന കടങ്ങളേ ഉള്ളൂ. എങ്ങനെ എങ്ങനെ എങ്ങനെ? ശമ്പളം വാങ്ങിച്ചിട്ട് തരാമെന്ന്. അതിന് എവിടെ നിന്ന് ശമ്പളം? ആര് തരും? ഏത് ഓഫീസിൽ നിന്ന് തരും? ബൈപ്പാസിലുള്ള നമ്മുടെ മൾട്ടി നാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി. അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, ഇതൊരു മൾട്ടി നാഷണൽ കള്ളത്തരമാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു ആഫീസും ഇല്ല, അങ്ങനെ ഒരു ആഫീസറും ഇല്ല. മണി ചുമ്മാ. അയ്യോ അതെ. സാറേ നിന്നെ എന്തിനാ സാറേ 1 ലക്ഷം രൂപയുടെ കള്ളങ്ങളൊക്കെ പറയാൻ പോകുന്നത്? കഷ്ടം. അപ്പൊ എന്ത് പറയുന്നു? എന്റെ കാശിന്റെ കാര്യം എന്തായി? അല്ല പപ്പേണ, അതവിടെ നിക്കട്ടെ, അത് ഞാൻ അവിടെ കൊണ്ട് എത്തിക്കാം. കുറച്ച് ടൈം തരണം. ഇത് അശോക് സാറിന് ഒരു പറ്റിപ്പോയതാണ്, വിട്ടേരെ. മണിയൻ അറിയാവുന്ന ആളായതുകൊണ്ട് ഇപ്പൊ ഞാൻ പോകുന്നു. പിന്നെ സാറേ ഒരു കാര്യം, ഞാൻ കള്ളനും ദുഷ്ടനും പിടിച്ചുപറിക്കാരനും ഒക്കെയാണ്. പക്ഷേ ഇതുപോലൊരു കള്ളത്തരം ഞാൻ എന്റെ കുടുംബത്തെ കാണിച്ചിട്ടില്ല.
അത് പിന്നെ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന് ഈ കോളനി മുഴുവൻ പരസ്യമായ സ്ഥിതിക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വെറുതെ ഒരു കള്ളം. ഒരു കള്ളം പോലും ജോലി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു തന്നെ ഒരു മഹാകള്ളമല്ലേ? എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരു കുടില ബുദ്ധി? അത് പിന്നെ ജോലിയില്ലാത്ത ഭർത്താവിന് ഭാര്യയുടെ മുമ്പിൽ ഒരു സ്ഥാനമില്ലെന്ന് അയാൾ പറഞ്ഞപ്പോ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാ ഞാൻ. ആരെ പറഞ്ഞു അശോകേട്ടൻ ഇങ്ങനെ ഒരു മരവണ്ട ബുദ്ധി? സി കെ സുന്ദരേശൻ. അത് ശരി, അയാളുടെ വാക്ക് കേട്ട് ഇതുപോലെയൊക്കെ എന്നോട് പെരുമാറാൻ എങ്ങനെ ധൈര്യം വന്നു അശോകേട്ടന്? ജോലി ഇല്ലാന്ന് വെച്ച് ഞാൻ അശോകേട്ടനെ ഉപേക്ഷിച്ച് പോകുന്നു കരുതിയില്ലേ? ഇങ്ങനെയാണോ അശോകേട്ടൻ മായയെ കുറിച്ച് കരുതി? മായേ, നീ എന്നോട് ക്ഷമിക്കേ. അശോകേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഭർത്താവിന്റെ ഉയർച്ചയിൽ ഭാര്യ മതിമറന്ന് ആഹ്ലാദിക്കും, അതൊക്കെ സ്വാഭാവിക. പക്ഷെ ഇല്ലാത്തത് പറഞ്ഞ് ഉയർച്ച നടിക്കരുത്. സങ്കടവും സന്തോഷവും ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് പങ്കിടുന്നവളാ ഭാര്യ. എനിക്കെല്ലാം മനസ്സിലായി. ഉള്ളതുകൊണ്ട് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളുമായി നമുക്കിനി. മായേ, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഞാനിങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? നിവർത്തികേടുമുണ്ടോ? നിന്നോടുള്ള സ്നേഹ കൂടുതലുണ്ടോ? ഇത് ഞാൻ തന്നെ കഴുകണോ? വേണം. എന്തായാലും നനഞ്ഞില്ലേ, ഇനി ഇതെല്ലാം കഴുകി തീർത്ത് കുളിച്ചിട്ട് കയറിയാ മതി. അല്ലെങ്കിൽ വേണ്ട. എന്ത്? ഇപ്പൊ കുളിക്കണ്ട. ആദ്യം മുറികളൊക്കെ അടിച്ചു വാരി ഒന്ന് കഴുകി വൃത്തിയാക്കണം. അത് ഞാൻ തന്നെ. എന്ത്? അതെ, പിന്നെ വൃത്തിയാക്കാം. പിന്നെ നമ്മുടെ വീട് നമ്മൾ തന്നെയാണല്ലോ കാത്തു സൂക്ഷിക്കേണ്ടത്. ഭാരതി പോയി റെസ്റ്റ് എടുത്തോ. അപ്പൊ ഉച്ചക്കാലത്തെ ചോറും കൂട്ടാനും ഞാൻ തന്നെ വെച്ചോളാം. അത്രയും ഹെൽപ്പ് ഒന്നും വേണ്ട. ഉച്ചക്കലത്തെ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് വരുത്തി കഴിക്കാം. രാത്രിയിലത്തെ ഫുഡ് ചേട്ടൻ ഉണ്ടാക്കി തന്നാ മതി. നോക്കിക്കാൻ അങ്ങോട്ട് കഴുകാം. ഫസ്റ്റ് കൊള്ളാം. കഷ്ടം, പരമ കഷ്ടം കേട്ടാ. മറ്റ് കടകേഷിൽ ഇതാ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുകയാണ്. അവരാരെങ്കിലും കണ്ടാ പിന്നെ AKCPയുടെ സംസ്ഥാന പ്രസിഡന്റ് സകല വെയിറ്റും പോകും. നിന്റെ ഈ പുതിയ വേഷത്തോടെ നീ പറഞ്ഞ കാര്യം പാർട്ടിക്കൊന്നേ ഇല്ലാതായി. ദേശാനെ, നമ്മൾ രാഷ്ട്രീയക്കാർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു പിക്ചറുണ്ട്. മലയാളത്തിൽ അതിന് ഇമേജ് എന്ന് പറയും. അത് കാത്തു സൂക്ഷിക്കണ ഇതാ ഇങ്ങനെയൊക്കെ നടക്കണം. ഇത് ചുമ്മാ തുണി അലക്കി കരിപാത്രവും കഴുകി AKCPയുടെ സംസ്ഥാന അധ്യക്ഷനാണെന്നുള്ള കാര്യം താങ്കൾ പലപ്പോഴും മറക്കുന്നു. ആരുമില്ലല്ലേ? ദേ, രവിചന്ദ്രൻ നേതാവ് ഭാര്യയുടെ അടിമയാവരുത്. ബാലപ്പ, നീ കരുതും ഞാൻ ഭാര്യയുടെ അടിമയായി വീട്ടു ജോലിയും ചെയ്ത് ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു സാധാരണ കോന്തം ഭർത്താവാണെന്ന്. എന്നാ അതല്ല. കാണുന്നവർക്ക് അങ്ങനെയല്ലേ തോന്നു ആശാനെ? ഡേ, ഈ വീട്ടിലെ മേധാവി ഈ രവിചന്ദ്രൻ തന്നെ. ഭാരതി അങ്ങനെ പേടിക്കുന്നതൊന്നുമല്ല. കേട്ടില്ല. ഭാര്യ അങ്ങനെ പേടിക്കണവനല്ലെന്ന്. ഇതൊന്നും ഉറക്കെ പറ, സത്യമായിട്ട് കേൾക്കാൻ വയ്യ. ഇനി ഞാനത് വിളിച്ചു കൂക്കണം, അവളത് കേൾക്കണം. അവൾ എന്നെ അടുത്ത് പെരുമാറണം നിനക്ക് കാണണം. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താന്ന് പറഞ്ഞത്? ഇവിടെ ഭാരതി ചേച്ചിയാണ് താരം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ചേച്ചിയാണ്. നിന്നാണ് ബാലപ്പ. അല്ല,
ഇതൊക്കെ പരസ്പരമുള്ള ഒരു ധാരണയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇന്നല്ല എപ്പോഴും. ഉദാഹരണത്തിന് ജനീവ ചർച്ചയിൽ നിന്നും LTT പിന്മാറിയത് എന്തിന്? സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടിയോ ഓൺ സാൻ സൂചി എന്ന രാഷ്ട്രീയ തടവുകാരനെ മോചിപ്പിക്കുവാൻ മ്യാൻമറിലെ പട്ടാള ഭരണകൂടം സമ്മതിക്കാത്തതിന്റെ പിന്നിലുള്ള കാര്യകാരണങ്ങൾ. നേപ്പാൾ പ്രശ്നത്തിൽ ഇന്ത്യയുടെ നിലപാട് ശരിയോ തെറ്റോ? ഓസോൺ പടലത്തിന് എന്ത് സംഭവിച്ചു? ഇത്തരം വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ ഈ വീട്ടിൽ ഒരു തീരുമാനമെടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഇവിടെ എന്റെ നിലപാടുകൾക്കാണ് സ്ഥാനം. എന്റെ ദൈവമേ, സമ്മതിച്ചിരിക്കുന്നു. ഇതെന്ത് ഭക്ഷണം വയ്ക്കണം, ഏത് സിനിമയ്ക്ക് പോകണം, ഞാൻ എത്ര മണിക്ക് എണീക്കണം, എത്ര മണിക്ക് വരണം, എന്ത് ജോലിയൊക്കെ ഞാൻ ഈ വീട്ടിൽ ചെയ്യണമെന്നുള്ള നിസാര കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവളാണ്. രാഷ്ട്രീയത്തിൽ ഇതിന് നീക്കുപോക്കെന്ന് പറയും. കറക്റ്റ് കറക്റ്റ്. രാവിലെ തുണി അലക്കണമെന്ന് പറഞ്ഞു, അലക്കി. ഇനി മുറികൾ കഴുകാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പണി അതാണ്. നല്ല അനുസരണയുള്ള ഭർത്താവ്. AKCBയുടെ സംസ്ഥാന തീർന്നില്ല ഇതുവരെ. ഇങ്ങനെയാണെങ്കിൽ തീരും. ആ ബാലപ്പനോ? ബാലപ്പ സംസാരിച്ചെന്ന് ജോലി മെനക്കെടുത്തല്ലേ. നീ പോ. നാട്ടുകാർക്കോ നിങ്ങളെ കൊണ്ട് ഉപയോഗമില്ല. വീട്ടുകാർക്ക് ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ. அப்படியான நான் போயிட்டு வாரேன். அரசு தலைவர் உயிர் இருந்தார் எதிர்பார்க்கலாம். ഉയിരിരുന്നാലല്ലേ? தலைவர் வாழ்க. അവന്റെ ഒരു തമിഴ് പാട്ട്. എന്തോ മനുഷ്യ വായും പൊടിച്ച് നിൽക്കുന്നേ. ആ തുണിയെല്ലാം അങ്ങോട്ട് കഴുകിയിടും. പോ. കഴുകുക.